ഇന്ന് ഞങ്ങൾ പോകുന്നത് തോണിക്കടവുക്കാണ്. അതായത് തോണിക്കടവ് അറിയപ്പെടുന്നത് തന്നെ മലബാറിൻ്റെ ഊട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വേറെ ചാനലിൽ. അപ്പോൾ അത് അവിടേക്ക് അന്ന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല, കോവിഡ് ആയതുകൊണ്ട് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ റോഡിൽ നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ നവംബർ മുതൽ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കുകയാണ്. അഥവാ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ കാണുന്നുണ്ട്, വാഹനങ്ങളൊക്കെ എത്തിയത് കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നതിന് മുൻപ് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഇവിടെ കുറച്ചപ്പുറത്തൊരു ചായക്കട ഓപ്പൺ ആയിട്ടുള്ളത് കാണുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളെ കാണുന്നുണ്ട് കേട്ടോ. ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന ആളുകളുണ്ട്, ഫോട്ടോ എടുക്കുന്നവരുണ്ട്. പല ആൽബങ്ങളും അതേപോലെ മലയാള സിനിമയിലുള്ള ചില രംഗങ്ങൾ, പാട്ടിലെ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലവും കൂടാണ് ഈ തോണിക്കടവ്. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ തോണിക്കടവ്. എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പരമാവധി ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഇതിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. കക്കയം അതേപോലെ വയലട, ഈ തോണിക്കടവ്, ഇതൊക്കെ ഏകദേശം ഒരേ അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അതിൻ്റെ ഈ കക്കയത്തേക്ക് പോകുന്ന, ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ എസ്റ്റേറ്റ് മുക്ക് വഴി വരികയാണെങ്കിൽ, പൂനൂർ എസ്റ്റേറ്റ് മുക്ക് വഴി വരുമ്പോൾ കക്കയത്തേക്ക് പോകുന്ന റൂട്ടിന് തന്നെയാണ് ഈ തോണിക്കടവ് ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കക്കയത്ത് എത്തും. അപ്പോൾ കക്കയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പയ്യനെ അവൻ്റെ ആടുകളെ ഇങ്ങനെ തെളിച്ച് നടക്കുന്നുണ്ട് ഇതിനെ. അതിനോടൊന്ന് ചോദിച്ചു, എൻ്റെ പേരെന്താണ്? ജോൺ ആൻ്റണി. ഇവിടെ പല സിനിമകളുടെയും ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടില്ലേ? ഏതൊക്കെയാണ് അത് ജസ്റ്റ് ഒന്ന് പറയും. പിന്നെ ഭൂമിയിലെ മനോഹര സഹായം, പിന്നെ കഥ തുടരുന്നു, പിന്നെ പൃഥ്വിരാജിന്റെ സിനിമ ഏത് ഒരു പാട്ട് സീനായി, അത് ഓർക്കുന്നില്ല. ആണല്ലേ? അത് ശരി. അപ്പോൾ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതേപോലെ ആൽബംസ് ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ? ഇവിടെ നമ്മൾ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട് നടക്കാൻ. ഇവിടെ ഒരു ടീംസ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇവരിവിടെ ആസ്വദിക്കുന്ന ഒരിത് കാണുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ. ജസ്റ്റ് ബോസേ, ഒരു വീഡിയോ എടുക്കട്ടെ? നിങ്ങളൊരു വീഡിയോ എടുക്കട്ടെ? ഇവിടെ മ്യൂസിക് ഒക്കെ ആസ്വദിക്കാൻ കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്. ഏതാ ഡിവൈസ് നോക്കട്ടെ? JBLന്റെ ആണ് അല്ലേ? അതിന്റെ വർക്കിംഗ് അറിയാനുണ്ട്. അതെ അതെ. പേരെന്താ പറഞ്ഞേ? റാഷിദ് അല്ലേ? എവിടുന്നാണ്? കോഴിക്കോട്. എവിടെ? കടലുണ്ടി. നമ്മൾ കോഴിക്കോട് തന്നെയാണ്, കുന്നമംഗലം. അപ്പൊ യൂട്യൂബിൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ? ഓക്കെ. ഇവിടെ 2 ആശാന്മാരുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇതിൻ്റെ ചാർജ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് കയറി ഇവിടെയൊക്കെ ചുറ്റി കറങ്ങാം.
പക്ഷേ അതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ ഒരു പക്ഷേ ടൈം കഴിഞ്ഞതാവും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.